അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ, മഹാന്മാരുടെ അടുത്തേക്ക് പല ആവശ്യങ്ങളുമായി, പല പരാതികളുമായി, മക്കളില്ലാത്ത പേരിലും അതേപോലെ തന്നെ മറ്റു ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ മറ്റു പല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ മഹാന്മാർ അവിടുന്ന് പരിഹാരമായി കൊടുത്തിരുന്ന ഒരു ദിക്റാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് നേരിട്ട് പഠിപ്പിച്ച, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റും കൂടിയാണ്. ഏതാണ് ആ ദിക്ർ? വരുന്നുമല്ല, നമുക്കൊക്കെയും അറിയാവുന്ന ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. വല്ലാത്ത അത്ഭുതമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ, ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനായാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദൈഖിൻ മഖ്റജ, എല്ലാ കുടുസിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ, തടസ്സങ്ങളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിന് ആ പ്രയാസത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കൊടുക്കും, രക്ഷ കൊടുക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനുകൾ, എല്ലാ മാനസികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങിക്കിട്ടും. ടെൻഷനില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രൂപത്തിൽ നമുക്ക് നേരെ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, നമുക്ക് നേരെ വരുന്ന എല്ലാ ഹസദും അതേപോലെ തന്നെ സെഹറും കണ്ണേറും എല്ലാത്തും നമുക്ക് ഒരു സേഫാണ്, ഒരു പരിചയമാണ് ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അതേപോലെ തന്നെ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അദ്ദേഹം വിചാരിക്കാത്ത റൂട്ടിലൂടെ, അവൻ വിചാരിച്ചിട്ടുണ്ടാവൂല, അങ്ങനെ അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കും, അവനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കും. ആവശ്യം വീടാണോ അത് വീട് കൊടുക്കും, മക്കളാണോ മക്കൾ കൊടുക്കും, ജോലിയാണോ ജോലി കൊടുക്കും, ഇണയത്തേടി നടക്കുന്നയാളാണോ ഇണയെ കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സർവ്വതും അല്ലാഹു തആല കൊടുക്കും ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ. അതുകൊണ്ടാണ് മഹാന്മാർ ഈ ഒരു ഹദീസ് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കണ്ടതുകൊണ്ടാണ് മഹാന്മാർ മഹാന്മാരുടെ അരികിലേക്ക് പല ആവശ്യങ്ങളുമായി, പല പ്രയാസങ്ങളുമായി വന്നവർക്ക് അവിടുന്ന് പരിഹാര മാർഗമായി കാണിച്ചു കൊടുത്തത് ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലുക. നമുക്ക് എത്ര സമയങ്ങളാണ്, ഒഴിവ് സമയങ്ങളാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ആ സമയങ്ങളിലെല്ലാം നമുക്കൊരു ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാകണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമ്മുടെ പാവങ്ങൾ പുറത്ത് എല്ലാ ആവശ്യങ്ങളെല്ലാം അല്ലാഹു തആല ഇസ്തിഗ്ഫാർ വഴി പൂർത്തിയാക്കി മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.